എത്തുന്നു ഹെലികോപ്റ്റർ. അതായത് ഏത് മണ്ഡലം? കണ്ണൂർ. കടന്നപ്പള്ളി രാമചന്ദ്രന്റെ സ്വന്തം കണ്ണൂർ. PO മോഹനൻ ഒപ്പം ശ്രീ രഘുനാഥ്, എന്റെയും സ്വന്തം കണ്ണൂർ. എനിക്ക് വളരെ പക്ഷേ ഇത്തവണ വലിയ വിജയപ്രതീക്ഷയാണ് UDF-നുള്ളത്. രാമചന്ദ്രൻ കടന്നപ്പള്ളി കടപുഴകി വീഴുമെന്ന് UDF പക്ഷം കരുതുന്നു. സുധാകരന്റെ നിലപാടുകൾ നിർണായകമായിട്ടുണ്ടാവാമെന്ന് വിചാരിക്കുമ്പോൾ ഇതാ വരുന്നു തളിപ്പറമ്പ്. PK ശ്യാമള, TK ഗോവിന്ദൻ സെക്രട്ടേറിയറ്റ് അംഗം എന്തുകൊണ്ട് വലതു മാറി മത്സരിക്കുന്നു? വലിയ ചോദ്യം. എന്തായാലും അത് ചർച്ചയാണ് കേട്ടോ. MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിക്ക് ഉൾപ്പെടെ നിർണായകം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. മണ്ഡലത്തിന്റെ കാര്യത്തിൽ MV ഗോവിന്ദൻ വളരെ കോൺഫിഡൻസിലാണ്. കഴിഞ്ഞ പ്രാവശ്യം MV ഗോവിന്ദനെ ഉറപ്പിച്ച അബ്ദുൾ റഷീദ് കൂടി ധർമ്മടത്ത് കല്യാശ്ശേരി MD ജിൻ ഒരു സംശയം, വലിയ സംശയമില്ലാത്തൊരു സംശയമില്ല. വിജിചേട്ടൻ ഞാൻ ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു മികച്ച MLA മാരുടെ കൂട്ടത്തിൽ മുൻനിരയിൽ ഉണ്ടായിരുന്ന പേരാണ്. അതെ, വിജിൻ അവിടെ എല്ലാവർക്കും ജനകീയനാണ്. കണ്ണൂർ CPM-ന്റെ കോട്ടയാണ്. അതുപോലെ തന്നെ കല്യാശ്ശേരി CPM-ന്റെ കോട്ടയാണ്. അർജുൻ കല്യാട് ഒരു ചായക്കടയിൽ തയ്യാറായിട്ട് ചായ കുടിക്കുന്നു. തൊട്ടുപിറകിൽ കടിയും വടയും കാണാം. അവിടെ ചായക്കൊക്കെ വില കൂടിയോ അർജുനെ? എല്ലായിടത്തും ഈ ഗ്യാസ് പ്രതിസന്ധി മൂലേ പൈസ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചായക്കും വടക്കും നമുക്കും കിട്ടി കാപ്പി, നമുക്കും കിട്ടി, കൂടെ ബിസ്ക്കറ്റും. അപ്പോൾ അർജുൻ, പയ്യന്നൂരുണ്ട്, തളിപ്പറമ്പുണ്ട്, അതോടൊപ്പം കണ്ണൂർ മണ്ഡലമുണ്ട്. ഇവിടെയൊക്കെ എന്ത് സംഭവിക്കും? ഇടതിന് അടിതെറ്റുമോ? UDF പ്രതീക്ഷിച്ചെടുത്തുനിന്ന് ഒരുപാട് മുന്നോട്ട് പോകുമോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന കണ്ണൂരിന്റെ മണ്ണിൽ ഈ രാവിലെ ഈ ഒരു 5:45 സമയത്ത് 8 മണിവരെ കാത്തിരിക്കാൻ അവിടെ ആർക്കും സമയമില്ല. നമുക്കറിയാം, അർജുനും സമയമില്ല. എന്ത് പറയുന്നു കണ്ണൂർ? എന്ത് സംഭവിക്കും കണ്ണൂരിൽ? സ്ഥാനാർത്ഥികളൊക്കെ എണീറ്റോ? അതെങ്ങനെ അർജുൻ അറിയാം? നീ ബിസ്ക്കറ്റ് കഴിക്കും. ഷിഹാസ്, റോഷ്നി, വിനീത, എന്തായാലും വെരി ഗുഡ് മോർണിംഗ്. രാവിലെ ഈ കട്ടൻ ചായക്ക് നല്ല ചൂടാണ്. ഈ പുലർക്കാലത്ത് അല്പം ചെറിയ തണുപ്പുള്ള ഈ ഒരു അന്തരീക്ഷത്തിൽ നല്ല ചൂടുള്ള ചായയാണ്. ഈ ചൂട് തന്നെയാണ്, അതായത് ഇത്രയും കടുപ്പത്തിലുള്ള നല്ല ചൂടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് കണ്ണൂരിൽ നടന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. ഈ പലഹാര പെട്ടിയിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സാധനം ഞാൻ ഒന്ന് കാണിച്ചു തരട്ടെ. ഇത് കണ്ടോ, പച്ച പച്ച അലുവ ഇവിടെ റെഡി ആയിട്ട്. നമുക്ക് ഈ ചേട്ടനോട് ചോദിക്കാം, എന്താണ് ഈ പച്ച അലുവയുടെ രഹസ്യം എന്നുള്ളത് ചോദിക്കേണ്ടതുണ്ട്. എന്തായാലും നല്ല ഒരു നമ്മൾ നിൽക്കുന്നത് തളിപ്പറമ്പ് മണ്ഡലത്തിൻ്റെയും അതുപോലെ തന്നെ ഈ പറയുന്ന 4 മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ നടക്കുന്ന ടാഗോർ വിദ്യാനികേതൻ വോട്ടെണ്ണൽ കേന്ദ്രത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു ചായക്കടയിലാണ്. ഉടമ എന്താ ഈ പച്ച അലുവയുടെ ഒരു രഹസ്യം? പച്ച അലുവയുടെ രഹസ്യമൊന്നുമില്ല, ഇതിന് സ്വാഭാവികമായിട്ട് കിട്ടിയത് കടിയില്ലാത്തതുകൊണ്ട് എടുത്തിട്ട് അത്ര മാത്രമേ ഉള്ളൂ. നിറഞ്ഞു നിൽക്കുന്ന ഇല്ല, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇല്ല. എന്തുണ്ട് ഇലക്ഷൻ ചൂട്? ഇലക്ഷൻ ചൂട് എന്തായാലും UDF-ന് അനുകൂലം കാണുന്നത് തരംഗം. കളിപ്പറമ്പിന്റെ കാര്യം പറയാൻ പറയില്ല, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസരമായിരുന്നു. ഇതാണ് ഓരോ ആളുടെ പ്രതികരണം. നമുക്ക് കാണാം, ഇവിടെ എല്ലാം നല്ല തിരക്കാണ്. രാവിലെ തന്നെ ചായ കുടിച്ചിരിക്കുകയാണ്. വീട്ടിലേക്ക് പോകാം. രാവിലെ തന്നെ ചായ കുടിക്കാൻ ഇങ്ങോട്ട് വരാൻ കാരണം? ചായ നമുക്ക് രാവിലെ നിസ്കാരം കഴിഞ്ഞാൽ ഒരു ചായ വേണം തീർച്ചയായിട്ടും. ഈ തളിപ്പറമ്പ് മണ്ഡലത്തിലും അതുപോലെ തന്നെ കണ്ണൂരിലൊക്കെ മൊത്തത്തിൽ ഇലക്ഷൻ എന്താ അവസ്ഥ? UDF-ന് അനുകൂലമായിട്ട്. തളിപ്പറമ്പിൽ ജയിക്കോ? തളിപ്പറമ്പ് ജയിക്കാൻ സാധ്യതയില്ല. ഗോവിന്ദൻ ജയിക്കാൻ സാധ്യതയില്ല ആയിരിക്കും. എന്താ മൊത്തത്തിലെ അവസ്ഥ? UDF തൂത്തുവാരും. തളിപ്പറമ്പിലോ? തളിപ്പറമ്പ് ടൈറ്റ് ഫൈറ്റാണ്. എന്തും സംഭവിക്കാം. അതിൽ തന്നെ നല്ല മുട്ടയപ്പൊക്കെ കഴിച്ചിട്ട് ചേട്ടനൊക്കെ ഇരിക്കുകയാണ്. അർജുനോട് ഒരു $1 മില്യൺ ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാനുണ്ട്. ഇത്തവണ നമ്മൾ മറ്റെല്ലാ മണ്ഡലങ്ങളെ കുറിച്ചും പറഞ്ഞു. പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയുടെ ധർമ്മടം മണ്ഡലത്തിൽ ഇപ്പോൾ PV അൻവർ ഉൾപ്പെടെയുള്ള UDF നേതാക്കളൊക്കെ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കഴിഞ്ഞ തവണ 50,000 വോട്ടായിരുന്നു ഭൂരിപക്ഷം. ഇത്തവണ അത് 10,000-നും താഴേക്ക് പോകും. ഭരണവിരുദ്ധ വികാരത്തിന്റെ ഏറ്റവും വലിയ ഒരു തെളിവ് ധർമ്മടത്ത് നിന്ന് കാണാൻ സാധിക്കും. എന്തായിരിക്കും ധർമ്മടത്ത് സംഭവിക്കുക? അർജുൻ, ഭൂരിപക്ഷം കുറയാനുള്ള സാധ്യത ഉണ്ടോ? റഷീദിന്റെ പ്രതീക്ഷ കൂടി പറയും. ഷിയാസ്, തീർച്ചയായിട്ടും മുഖ്യമന്ത്രി കഴിഞ്ഞ തവണ 50,000-ന് മുകളിൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ധർമ്മടത്ത് വിജയിച്ചിട്ടുള്ളത്. പക്ഷേ ഇത്തവണ അതെന്തായാലും ഒരു 35,000-ലേക്ക് അല്ലെങ്കിൽ 35,000-നും താഴേക്ക് വരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. കാരണം അബ്ദുൾ റഷീദ് വലിയ രീതിയിൽ തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഉൾപ്പെടെ മത്സരിക്കുമെന്നുള്ള അവസാന ഘട്ടത്തിൽ വലിയ രീതിയിൽ വോട്ട് കുറച്ചിട്ടുള്ള ഒരു നേതാവ്. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ നമുക്കറിയാവുന്നതാണ്, കോവിഡിൻ്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഇടത് തരംഗം സംസ്ഥാനത്ത് ആകെ ആഞ്ഞടിച്ച ഘട്ടത്തിലാണ് ഈ 50,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിലേക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെ കടന്നു പോകുന്നത്. സ്വാഭാവികമായും അവിടെ
UDF സ്വാധീനമുള്ള പല പഞ്ചായത്തുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 35,000-നും 30,000-നും ഒക്കെ ആ റേഞ്ചിലേക്ക് വരാൻ തന്നെയാണ് ഭൂരിപക്ഷം സാധ്യത. എന്തായാലും വലിയ മത്സരം ധർമ്മടം നിയോജക മണ്ഡലത്തിൽ ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പിനൊക്കെ കഴിഞ്ഞതിന് ശേഷം MB ജയരാജൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അദ്ദേഹം ഒരു മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞത് മുഖ്യമന്ത്രി ഉൾപ്പെടെ കടുത്ത മത്സരം നേരിട്ടിട്ടുണ്ട്. അതായത് എല്ലാ മണ്ഡലങ്ങളിലും കടുത്ത മത്സരം. അർജുൻ, CM ഇന്ന് കണ്ണൂരിലെ വീട്ടിൽ തന്നെയാണ് ഉള്ളതല്ലേ? അവിടെ ഇരുന്നാണോ മത്സരം, അതല്ലെങ്കിൽ നമ്മുടെ വോട്ടെണ്ണലിന്റെ എല്ലാം നോക്കി കാണുന്നത് കണ്ണൂരിലെ വീട്ടിൽ വെച്ചാണ് അല്ലേ? അതെ, സാധാരണ രീതിയിൽ എല്ലാ തെരഞ്ഞെടുപ്പിലും മുഖ്യമന്ത്രി കണ്ണൂരിലെ വീട്ടിൽ തന്നെയാണ് പൊതുവെ ഉണ്ടാവാറുള്ളത്. ഒരു 8 മണി 8:30 കഴിയുന്ന സമയത്ത് തന്നെ തൊട്ടടുത്തുള്ള മുഖ്യമന്ത്രിയുടെ മണ്ഡലം കമ്മിറ്റി ഓഫീസുണ്ട്. അതായത് പിണറായി കൺവെൻഷൻ സെന്ററിലാണ് മണ്ഡലം കമ്മിറ്റി ഓഫീസ്. ആ ഓഫീസിലേക്ക് വരും. അവിടെ നിന്നും തെരഞ്ഞെടുപ്പ് ഈ പറയുന്ന റിസൾട്ട് കണ്ടതിന് ശേഷം അനുകൂലമാണെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹം ചിലപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കും. ചിലപ്പോൾ എതിരാണ് എങ്കിൽ സ്വാഭാവികമായും എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുന്ന നീക്കം, അല്ലെങ്കിൽ എന്തായിരിക്കും അദ്ദേഹം പറയാൻ വേണ്ടി പോകുന്നത് ഊർജ്ജസ്വലനായി തിരിച്ചു വരും എന്നതാണ് എല്ലാ LDF പ്രവർത്തകരും ഒരുപോലെ പറയുന്നത്. വീണ്ടും കാണാമെന്നാണ് ഏറ്റവും ഒടുവിൽ ഉദ്യോഗസ്ഥരെ കണ്ടു മടങ്ങുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ